കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും 100% ഉറപ്പായും UDF വിജയിക്കും എന്ന് പറയാൻ കഴിയുന്ന ചില മണ്ഡലങ്ങളുണ്ട്. സ്വാഗതം യുണീക്ക് മീഡിയയിലേക്ക്. വയനാട് പോലെ, എറണാകുളം പോലെ, മലപ്പുറം പോലുള്ള ചില മണ്ഡലങ്ങൾ ഉറപ്പായും ഒരു അട്ടിമറിക്കും സാധ്യതയില്ലാതെ ഒരു വകുപ്പിലും അവിടെ UDF പരാജയപ്പെടില്ല എന്ന് പറയാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അതേസമയത്ത് ഈ 20 മണ്ഡലങ്ങളിൽ ഉറപ്പായും LDF വിജയിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലം പോലും ഈ 20-ൽ ഇല്ല എന്നുള്ളതാണ് ശരി. 2019 LDF വിജയിച്ച ആലപ്പുഴ വരെ ഇത്തവണ 100% ഉറപ്പായും വിജയിക്കും എന്ന് LDFന് പറയാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ നിരീക്ഷകനും അത് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിലയിരുത്തൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് ഞങ്ങൾ പുറത്തുവിട്ട ഒരു വിലയിരുത്തലായിരുന്നു. ഏകദേശം 9,70,000-ത്തിലധികം ആളുകളാണ് ആ ഒരു വിലയിരുത്തൽ കണ്ടത്. അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പല അഭിപ്രായങ്ങളും കണ്ടിട്ടുണ്ട്. ഏതായാലും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പങ്കുവെക്കാം. പക്ഷേ പരമാവധി വ്യക്തിഹത്യ ഒഴിവാക്കലായിരിക്കും ഒരു നല്ല വ്യക്തിക്ക് ഉചിതമെന്ന് തോന്നുന്നുണ്ട്. ഐ ഡിസപ്രൂവ് ഓഫ് വാട്ട് യു സേ ബട്ട് ഐ വിൽ ഡിഫെൻഡ് ടു ദ ഡെത്ത് ഓഫ് യുവർ റൈറ്റ് ടു സേ ഇറ്റ് എന്നാണല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിക്കും, ആരൊക്കെ പരാജയപ്പെടും എന്നുള്ള ഒരു സാധ്യതയാണ് ഞങ്ങൾ അന്ന് വിലയിരുത്തിയത്. 20 മണ്ഡലങ്ങൾ അന്ന് പറഞ്ഞതിൽ ഇന്നും ഒരു മാറ്റവുമില്ല. ജൂൺ 4-ലേക്ക് ഇനി അധിക ദൂരവുമില്ല. ആ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. 20 മണ്ഡലങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങൾ UDF ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. ആകെയുള്ള 20-ൽ 14-ഇടത്ത് UDFും 6-ഇടത്ത് LDFും വിജയിക്കാനുള്ള സാധ്യതയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതൊന്നും 100% ഉറപ്പ് എന്ന് പറയാൻ കഴിയില്ല. ഇലക്ഷനാണ്. കാസർഗോഡ് UDFന് വേണ്ടി മത്സരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം കാസർഗോഡ് നല്ല മത്സരം ഉണ്ടാകും എന്നാണ് അന്ന് വിലയിരുത്തിയത്. കണ്ണൂരിൽ ഇത്തവണ ഒരു അട്ടിമറി സാധിക്കും. കണ്ണൂരിൽ 2019 പോലെ ആവില്ല. LDFന് വേണ്ടി മത്സരിച്ച MV ജയരാജൻ കണ്ണൂരിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. മൂന്നാമത് വടകരയാണ്. വടകര കേരളം വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന മണ്ഡലമാണ് വടകര എന്നുള്ളത്. ഷാഫി പറമ്പിലും KK ശൈലജ ടീച്ചർ മത്സരിക്കുന്ന വടകര UDFന്റെ ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ച് കയറും എന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. വയനാട് രാഹുൽ ഗാന്ധി ഉറപ്പായി വിജയിക്കുമെന്ന് പറഞ്ഞു. കോഴിക്കോടും നല്ല മത്സരം ഉണ്ടാകും. നല്ല ഒരു തീപ്പാറുന്ന മത്സരം കോഴിക്കോട് ഇത്തവണ പ്രതീക്ഷിക്കാം. പക്ഷേ MK രാഘവൻ, നിലവിലെ സിറ്റിംഗ് MP കൂടിയായ MK രാഘവൻ തന്നെ ഇത്തവണ കോഴിക്കോട് വിജയിക്കും എന്ന് പറഞ്ഞു. അതേസമയം CPIMന്റെ എളമരം കരീം കോഴിക്കോട് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് വിജയിച്ചു കയറും. പൊന്നാനി അബ്ദുസമദ് സമദാനി പൊന്നാനിയിൽ വിജയിച്ചു കയറും. പക്ഷേ അതേസമയം പൊന്നാനിയിൽ 2019 പോലെ ആകില്ല. പൊന്നാനിയിൽ V അബ്ദുറഹ്മാൻ മുമ്പ് ഉയർത്തിയ ഒരു വെല്ലുവിളി പോലെ ഇത്തവണ പൊന്നാനിയിൽ LDFന്റെ സ്ഥാനാർത്ഥി KS ഹംസ അദ്ദേഹം ഒരു വലിയ വെല്ലുവിളി പൊന്നാനിയിൽ ഉയർത്താനുള്ള സാധ്യതയും അന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. പാലക്കാട് 2019 LDFന് നഷ്ടപ്പെട്ടു പോയ പാലക്കാട് ഇത്തവണ A വിജയരാഘവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഈ കട്ടക്ക് കട്ട എന്നൊക്കെ പറയുന്ന പോലെ ബലാബലം 50-50 ഇതേപോലുള്ള ഒരു മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലമായിട്ട് നമ്മൾ പാലക്കാടിനെയും വിലയിരുത്തിയിട്ടുണ്ട്. ആലത്തൂരിലും അട്ടിമറി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2019 ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയ ആലത്തൂരിൽ ഇത്തവണ തിരിച്ചുപിടിക്കും LDF എന്നാണ് നമ്മളുടെ വിലയിരുത്തൽ. തൃശ്ശൂരിൽ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും മുരളീധരൻ അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥിയാണ്, 2-ാം സ്ഥാനം അദ്ദേഹവും, 1-ാം സ്ഥാനം LDFന്റെ സുനിൽ കുമാർ വിജയിക്കും. ഇതാണ് തൃശ്ശൂരിലെ സാധ്യത എന്ന് നമ്മൾ അന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ചാലക്കുടിയിലും ഒരു വളരെ നല്ല മത്സരം ചാലക്കുടിയിൽ പ്രതീക്ഷിക്കാം. C രവീന്ദ്രനാഥാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്.
ബെന്നി ബെഹനാൻ UDFന്റെ സ്ഥാനാർത്ഥി. ബെന്നി ബെഹനാൻ വിജയിക്കാനുള്ള സാധ്യതയാണ് ചാലക്കുടിയിൽ കാണുന്നത്. എറണാകുളം നമ്മൾ നേരത്തെ പറഞ്ഞു, എറണാകുളത്ത് UDFന്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും വിജയിക്കുക. ഹൈബി ഈഡൻ എറണാകുളത്ത് വിജയിച്ചു കയറും. ഒരു വലിയ അട്ടിമറിയൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത മണ്ഡലമാണ് എറണാകുളം എന്നുള്ളത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെയായിരിക്കും ഇത്തവണയും വിജയിച്ചു കയറുക. 2014 ഇടുക്കി ഇത്തവണ ആവർത്തിക്കില്ല. 2019 തന്നെയായിരിക്കും ഇത്തവണ ഇടുക്കി ആവർത്തിക്കുക. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ഉറപ്പായിട്ടും വിജയിച്ചു കയറും. പക്ഷേ കോട്ടയത്തും ഒരു ചെറുതല്ലാത്ത, ഒരു എളുപ്പം എന്നൊന്നും UDFന് പറയാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൻ്റെ ലിസ്റ്റിൽ നമുക്ക് കോട്ടയത്തെ ഉൾപ്പെടുത്താം. എന്നാലും കോട്ടയം ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു കയറും. ആലപ്പുഴ ഇത്തവണ KC വേണുഗോപാൽ തിരിച്ചു പിടിക്കും എന്നാണ് നമ്മളന്ന് കണക്ക് കൂട്ടിയത്. ആലപ്പുഴ 2019 LDFന് നേട്ടമുണ്ടാക്കിയ ഒരു സീറ്റ് ആലപ്പുഴയായിരുന്നു. അത് ഇത്തവണ KC വേണുഗോപാൽ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിൻ്റെ വരവോടെ ആലപ്പുഴ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത വിലയിരുത്തിയിട്ടുണ്ട്. മാവേലിക്കരയിലും നല്ല മത്സരമാണ്. മാവേലിക്കര കൊടിക്കുന്ന് സുരേഷ് UDFന് വേണ്ടിയിട്ടും അരുൺകുമാർ LDFന് വേണ്ടി മത്സരിക്കുന്നു. മാവേലിക്കര ഒരു അട്ടിമറിക്കൊരു സാധ്യത കാണുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തി. LDF മാവേലിക്കരയിൽ വിജയിക്കാനുള്ള സാധ്യത നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിലും നല്ല മത്സരമുണ്ട്. പത്തനംതിട്ടയിൽ ആന്റണി UDFന് വേണ്ടിയിട്ടും LDFന് വേണ്ടി ഡോക്ടർ തോമസ് ഐസക്കും അനിൽ ആന്റണി BJPക്കും വേണ്ടി മത്സരിക്കുന്നു. ഇവിടെ BJPയുടെ വോട്ട് നിർണായകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടി അവിടെ UDFന്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും, ആന്റണി തന്നെയായിരിക്കും പത്തനംതിട്ടയിലും ഇത്തവണയും വിജയിച്ചു കയറുക എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് ഒരു വലിയ വെല്ലുവിളികളില്ലാതെ UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറും. ആറ്റിങ്ങലിൽ നല്ലൊരു മത്സരമുണ്ട്. അടൂർ പ്രകാശ്, വി ജോയ്, വി മുരളീധരൻ, ഒരു ത്രികോണ മത്സരമുണ്ട് ആറ്റിങ്ങലിൽ. അവിടെ LDFനാണ് കുറച്ചധികം മുൻതൂക്കം നമ്മൾ കണക്കിൽ വിലയിരുത്തിയത്. അവസാനമായി തിരുവനന്തപുരം ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല മത്സരമുണ്ട്. BJPയുമായിട്ടുള്ള മത്സരം തിരുവനന്തപുരത്തുണ്ട്. ശശി തരൂർ ജനകീയനായ നേതാവാണ്. CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹവും വളരെ ജനകീയനായ നേതാവാണ്. അവിടെയും നല്ലൊരു മത്സരമുണ്ട്. എന്നാൽ കൂടി ഡോക്ടർ ശശി തരൂർ തന്നെയായിരിക്കും തിരുവനന്തപുരത്തും വിജയിക്കുക എന്നാണ് നമ്മൾ അന്ന് വിലയിരുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ ഈ 20 മണ്ഡലങ്ങളിൽ 14 UDF വിജയിക്കുമ്പോൾ 6 LDF വിജയിക്കും എന്നതാണ് നമ്മളുടെ ഒരു സാധ്യത. പക്ഷേ ചില മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ മത്സരമാണ്. ചാലക്കുടി, തൃശ്ശൂർ, പാലക്കാട്, മാവേലിക്കര, ഇതൊക്കെ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ പ്രവചനം നടത്തുന്ന ഒരാൾക്ക് പോലും 100% കൃത്യമായി പറയാൻ കഴിയില്ല. നമുക്ക് ചരിത്രവും പുതിയ വർത്തമാനവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ഭരണവിരുദ്ധ വികാരങ്ങളും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ പറയാൻ കഴിയൂ. നിലവിൽ ഈ പറയപ്പെട്ട കണക്കുകളൊക്കെ പരിഗണിച്ചിട്ടാണ് നിലവിലെ ഒരു സാധ്യത 20 മണ്ഡലങ്ങൾ കേരളത്തിൽ എന്തായിരിക്കും എന്നുള്ള ഒരു സാധ്യത ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ആരൊക്കെ എവിടെയൊക്കെ ജയിക്കുമെന്ന അഭിപ്രായം നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ എനിക്കും എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. യുണീക്ക് മീഡിയ.